എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് GCEയിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഓൺലൈനാണ് അഡ്മിഷൻ. 2025-2026 പ്രോസ്പെക്റ്റസ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ, പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത്. ഓൺലൈൻ വൺ ടൈം രജിസ്ട്രേഷനും ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുന്നതിനും ആരംഭിക്കുന്ന തീയതി 4/6/2025, അതായത് ഇന്നു മുതലാണ്. വൺ ടൈം രജിസ്ട്രേഷൻ ഫീസ് ഒടുക്കേണ്ട അവസാന തീയതി 30/6/2025. ഓൺലൈൻ വഴി സമർപ്പിക്കുന്ന അവസാന തീയതി 30/6/2025. കരട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി 3/7/2025. പരാതികൾ സമർപ്പിക്കുന്ന അവസാന തീയതി 6/7/2025. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതി 9/7/2025. കൗൺസിലിങ്ങും പ്രവേശനവും 10/7/2025 മുതൽ 14/7/2025 വരെ. ക്ലാസ്സുകൾ ആരംഭിക്കുന്ന തീയതി 16/7/2025. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് പറയുന്നത്. 2025-2026 അധ്യയന വർഷത്തേക്കുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ്. ഇപ്പം അങ്ങനെയാണ് പേര്. ആദ്യം ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്നായിരുന്നു. ഇപ്പോൾ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസിലേക്കാണ് പ്രവേശനം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പ്രോഗ്രാം, അതുപോലെ തന്നെ സീറ്റുകളുടെ സ്ഥാപനങ്ങളുടെയൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 2 വർഷ കാലാവധിയുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് കോഴ്സാണ് നടത്തി വരുന്നത്. ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് വേർഡ് പ്രോസസ്സിംഗ്, മലയാളം ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് വേർഡ് പ്രോസസ്സിംഗ്, ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് എന്നിവയിൽ ഹയർ ഗ്രേഡും, മലയാളം ഷോർട്ട് ഹാൻഡ്, ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ് എന്നിവയിൽ ലോവർ ഗ്രേഡും, DTP ഇംഗ്ലീഷ് ആൻഡ് മലയാളം, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, പൈത്തൺ പ്രോഗ്രാമിംഗ് എന്നിവ കൂടാതെ ആധുനിക സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടുത്തി ഡാറ്റ എൻട്രി, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അക്കൗണ്ടൻസി, ബിസിനസ് കറസ്പോണ്ടൻസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംയോജിപ്പിച്ച് പരിഷ്കരിച്ച സിലബസാണ് ഈ കോഴ്സിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖല, സ്വകാര്യ മേഖലകളിൽ വിവിധങ്ങളായ തൊഴിലവസരങ്ങളാണ് ഈ കോഴ്സിലൂടെ ലഭ്യമാക്കുന്നത്. ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, പേഴ്സണൽ അസിസ്റ്റൻറ്റ്, പേഴ്സണൽ സെക്രട്ടറി, സ്റ്റെനോഗ്രാഫർ, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, അസിസ്റ്റൻറ്റ്, ഇൻസ്ട്രക്ടർ ഇൻ GCA, സൂപ്രണ്ട് ഇൻ GCA എന്നീ തസ്തികകൾ ഈ കോഴ്സിലൂടെ ലഭിക്കുന്ന തൊഴിലവസരങ്ങളിലാണ്. പിന്നെ ഇതിൽ പ്രോഗ്രാം കാലാവധി എന്ന് പറയുന്നത് 17 ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് വരുന്നത്. 2 വർഷ കാലാവധിയുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് കോഴ്സാണ് വരുന്നത്. പിന്നെ പ്രോസ്പെക്റ്റസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് www.polyadmission.org/GC എന്നുള്ള സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വൺ ടൈം രജിസ്ട്രേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപേക്ഷകൾ ഈ സെയിം സൈറ്റിലൂടെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുന്നായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും നടത്തേണ്ടതാണ്. വൺ ടൈം രജിസ്ട്രേഷൻ ആവശ്യമായ വിവരങ്ങൾ സമർപ്പിക്കുമ്പോൾ മൊബൈൽ OTP വെരിഫിക്കേഷന് ശേഷം രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കാനുള്ള ലിങ്ക് ലഭിക്കുന്നതാണ്. അപ്രകാരം ഫീസ് അടയ്ക്കാൻ സാധിക്കാത്തവർക്ക് ഈ ഒരു പേജിൽ ഈ സെയിം സൈറ്റിലെ ചെക്ക് ഓർ റീട്രൈ പേയ്മെൻറ്റ് ലിങ്ക് വഴി ഫീസ് അടയ്ക്കാനോ നിലവിൽ ഫീസ് അടച്ചതിൻ്റെ സ്ഥിതി പരിശോധിക്കാനോ സാധിക്കുന്നതാണ്. പൊതുവിഭാഗങ്ങൾക്ക് 100 രൂപയാണ് ഫീസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 50 രൂപയാണ് വൺ ടൈം രജിസ്ട്രേഷൻ ഫീസ്. സമയപരിധിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ അപൂർണമായ അപേക്ഷകളും മുന്നറിയിപ്പ് കൂടാതെ നിരസിക്കുന്നതാണ്. തെറ്റായ വിവരങ്ങൾ നൽകി പ്രവേശനത്തിന് ശ്രമിക്കുന്നത് കുറ്റകരവും പ്രവേശനം റദ്ദു ചെയ്യുന്നതിനും കാരണമാകുന്നതാണ്. സീറ്റുകൾ സംവരണം നോക്കാം. ഭിന്നശേഷി സംവരണം 5%, സീറ്റുകൾ ശാരീരിക അവശത അനുഭവിക്കുന്നവർക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് യുദ്ധത്തിൽ മരണമടഞ്ഞ ജവാന്മാരുടെ വിധവകൾക്കുള്ള സംവരണം. അത് പ്രത്യേക സംവരണമായിട്ട് ഓരോ സ്ഥാപനത്തിലും 1 സീറ്റ് വീതം യുദ്ധത്തിൽ മരണമടഞ്ഞ സൈനികരുടെ വിധവകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. ശേഷിക്കുന്ന സീറ്റുകൾ സംവരണം ജനറൽ മെറിറ്റ് 50%, EWS 10%, SCBC 30%, ഈഴവ 9%, മുസ്ലിം 8%, മറ്റ് പിന്നോക്ക ഹിന്ദുക്കൾ 3%,
ലാറ്റിൻ കത്തോലിക്സും ആംഗ്ലോ ഇന്ത്യൻസും 3%, ധീരവ 2%, വിശ്വകർമ്മ 2%, കുശവരും ബന്ധപ്പെട്ട സമുദായങ്ങളും 1%, മറ്റു പിന്നാക്ക ക്രിസ്ത്യാനികൾ 1%, കുടുംബി 1%, പട്ടികജാതി പട്ടികവർഗം 10%. അതായത് അതിൽ പട്ടികജാതിക്ക് 8%, പട്ടികവർഗത്തിന് 2%. അപ്പോൾ ഇതിൽ ജനറൽ മെറിറ്റിൽ 50% പൂർണ്ണമായിട്ടും മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തുന്നതായിരിക്കും. 10% EWS വിഭാഗത്തിനായിരിക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് സംവരണത്തിൽ വരുന്നത്. പ്രവേശന യോഗ്യത എന്ന് പറയുന്നത് SSLC ഓർ തത്തുല്യം എന്നുള്ള പരീക്ഷയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയിട്ടുള്ളവർക്ക് പ്രവേശനത്തിന് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകർ ഇന്ത്യൻ പൗരനായിരിക്കണം. ഉയർന്ന പ്രായപരിധി ഇല്ല ഇതിൽ യൂണിഫോമൊക്കെ കളർ കോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആനുകൂല്യങ്ങളെന്ന് പറയുമ്പോൾ പട്ടികജാതി പട്ടികവർഗം SC/BC OEC വിഭാഗത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ചിട്ട് വിദ്യാഭ്യാസ ആനുകൂല്യം ലഭിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത് SSLC തത്തുല്യ പരീക്ഷയുടെ വിഷയങ്ങൾക്ക് ലഭിച്ച ഗ്രേഡ് പോയിൻ്റ് ആസ്പദമാക്കിയാണ് പ്രവേശനത്തിനുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ആകെ ഗ്രേഡ് പോയിൻറ്റിനോടൊപ്പം ഇംഗ്ലീഷിന് ലഭിച്ച ഗ്രേഡ് പോയിൻറ്റും കൂടി ചേർത്ത് അന്തിമ ഗ്രേഡ് പോയിൻ്റ് കണക്കാക്കുന്നു. അന്തിമ ഗ്രേഡ് പോയിൻറ്റിൻ്റെ ആകെ വിഷയങ്ങളുടെ എണ്ണത്തോടൊപ്പം ഇംഗ്ലീഷ് പേപ്പറുകളുടെ എണ്ണം കൂടി ചേർത്ത് ലഭിക്കുന്ന എണ്ണം കൊണ്ട് തുല്യമായി ഹരിച്ച് ശരാശരി ഗ്രേഡ് പോയിൻ്റ് കണക്കാക്കുന്നു. +2 VHSC തത്തുല്യ പരീക്ഷ പാസ്സായവർക്ക് ശരാശരി ഗ്രേഡ് പോയിൻറ്റിനോടൊപ്പം 1 ഗ്രേഡ് പോയിൻ്റ് അധികമായി ലഭിക്കുന്നതാണ്. പ്രവേശനത്തിലുള്ള യോഗ്യത പരീക്ഷ തവണകളായി പാസ്സായിട്ടുള്ള കുട്ടികളുടെ ശരാശരി ഗ്രേഡ് പോയിൻറ്റുകളിൽ നിന്നും ഓരോ തവണയും 0.5. ഇതിലെങ്ങനെയൊക്കെയാണ് ഗ്രേഡ് പോയിൻ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് ഇതിൽ പ്രവേശന സമയത്ത് വിടുതൽ TC വേണം, സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്നോടൊപ്പം നമ്മൾ ഇതിൽ പട്ടിക 2 കൊടുത്തിരിക്കുന്ന പ്രമാണങ്ങളുടെ അസൽ, അതായത് ഇവിടെ തന്നിരിക്കുന്ന ഇതിൽ ജനനത്തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് SSLC അല്ലെങ്കിൽ THSLC അതിൻ്റെ ഒറിജിനൽ ആവശ്യമാണ്. പിന്നെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്നതിന് അതിൻ്റെ മാർക്ക് ലിസ്റ്റ്, പിന്നെ +2 VHSC തത്തുല്യ വിദ്യാഭ്യാസം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, പിന്നെ സംവരണ സമുദായങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലും റിസർവേഷനോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനും കൂടിയുള്ള സർട്ടിഫിക്കറ്റ് വേണ്ടതാണ്. ഇനി ഫീസ് നോക്കാം. പ്രവേശന ഫീസ് 145, സ്പെഷ്യൽ ഫീസ് 360, കരുതൽ നിക്ഷേപം 300 രൂപ, വാർഷിക ട്യൂഷൻ ഫീസ് 805 രൂപ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. ഫീസൊന്നും വലിയ ഫീസൊന്നുമില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ അത്ര ഫീസേ വരുന്നുള്ളൂ. ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.